മല്ലാരിപ്രിയയായ ഭാമ സമരം ചെയ്തില്ലയോ, തേർത്തെളിച്ചില്ലേ പണ്ടു സുഭദ്ര, പാരിത് ഭരിക്കുന്നില്ലേ വിക്ടോറിയ. മല്ലാക്ഷിമണികൾക്ക് ഇതിലെല്ലാം പാടവമുണ്ടാകാമെങ്കിൽ ചൊല്ലേറും കവിതയ്ക്കു മാത്രം ഇവരാളല്ലെന്നു വന്നിടുമോ എന്നൊരു കവിവാക്യം എപ്പോഴും നാവിൻതുമ്പത്തുള്ള എൻ്റെ വലിയച്ഛൻ ശ്രീ വി.എം. നായർ കുട്ടിക്കാലത്ത് എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കും, എന്താ നാലപ്പാട്ട് ചെറിയ കവയിത്രി എന്ന്. സത്യഭാമ മല്ലാരിക്ക് കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട പത്നി. അവൾ സത്രാജിത്ത് എന്ന ശതകർണിയുടെ പുത്രിയായ ആയ്വധു യാദവ സ്ത്രീ. മത്സ്യപുരാണപ്രകാരം സത്രാജിത്തിന്റെ പുത്രൻ, അതായത് സത്യഭാമയുടെ സഹോദരൻ, ശാസ്ത്രബുദ്ധി, വിവേകം, ദൃഢനിശ്ചയം, കാവ്യം, ഗീതം, ആലാപം, നാടകം ഇവയിലെല്ലാം സത്യഭാമയെപ്പോലെ തന്നെ സമർത്ഥനാണ് എന്ന് കാണാം. കഥാചിത് ശാസ്ത്രസംഭാര വിവേക കൃതനിശ്ചയ, കഥാചിത് കാവ്യസംലാപ ഗീതനാടക സംഭവൈ. സത്യഭാമയ്ക്കോ അവൾക്ക് വൈദ്യവും അറിയാം. ഭാഗവത പുരാണം അവൾ അച്ഛന്റെ മൃതദേഹം തൈലത്തോണിയിൽ ഇട്ടുവെച്ചിട്ടാണ് ശ്രീകൃഷ്ണനെ തേടി ഹസ്തിനപുരത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വസിഷ്ഠൻ ദശരഥന്റെ ശരീരം ചെയ്ത പോലെയാണ് അവൾ ചെയ്തിരിക്കുന്നത്. തൈലദ്രോണ്യാം മൃതാപ്രാശ്യ ജഗാമ ഗജസാഹ്വയം കൃഷ്ണായ വിദിതാർത്ഥായ തപ്താശക്തൗ പിതൃവധം. കേരളത്തിലെ ശതകർണി എന്ന് പറഞ്ഞാൽ 100 യാഗം ചെയ്തവരാണ്. അവരുടെ പരമ്പരയിലെ ആയ്വധുക്കൾ അല്ലെങ്കിൽ യാദവ സ്ത്രീകൾ വല്ലഭി യൂണിവേഴ്സിറ്റിയിലെ സകലകലാവല്ലഭ പട്ടം അല്ലെങ്കിൽ സർവജ്ഞത്വം നേടിയവരും 64 കലകൾ അറിഞ്ഞവരുമായിരുന്നു. സത്യഭാമയുടെ കാലം എന്ന് പറയുന്നത് ഏതാണ്ട് IVC ഹരപ്പൻ കാലമാണ്. സിന്ധു നദീതട സംസ്കാര കാലമാണ്. 2500-3000 BC-യിലാണ് അവളുടെ കാലം. അന്നു മുതലേ അങ്ങനെയാണ് ഇവിടുത്തെ സ്ത്രീകൾ. കേരളത്തിലെ സ്ത്രീകളുടെ കൗത്തുവം അല്ലെങ്കിൽ കവിത്വം തെളിയിക്കുന്ന ഒരു രേഖ ഈയിടെ പൂക്കാട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് എനിക്ക് കിട്ടി. നാടകാന്തം കവിത്വം എന്നതിലെ കവിത്വം എന്ന പദത്തിന് സമാനമായ തമിഴ് പദമാണ് കൗത്തുവം എന്ന് തമിഴിൽ പറയുന്നത്. ഇതിന് മഹാരാഷ്ട്ര ഭാഷയിലും മറാത്ത ഭാഷയിലും കവിത്തം എന്ന് തന്നെയാണ്. അപ്പൊ കവിത്വം, കൗത്തുവം, കവിത്തം എന്നൊക്കെ ചെറിയ ഉച്ചാരണ ഭേദമുണ്ടെങ്കിലും അർത്ഥം ഒന്ന് തന്നെയാണ് എല്ലാ റീജിയണൽ ലാംഗ്വേജസിലും പറയുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കേരളം ഉൾപ്പെട്ട തമിഴകത്ത് BC 3000-ന് മുമ്പേ ഈ കൗത്തുവം അല്ലെങ്കിൽ കവിത്വം ഉണ്ട്. തിരുമല, മധുര, അരച്ചല്ലൂര്, കുടുമിമല മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച സംഗീത ലിഖിതങ്ങളിൽ നിന്ന് പല വിധത്തിലും വ്യത്യസ്തമെങ്കിലും വളരെ അർത്ഥവത്തും ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് കുറെയൊക്കെ വെളിച്ചം വീശുന്നതും മലയാളത്തിന്റെ പഴമയ്ക്ക് ഒരു തെളിവുമാണ് പൂക്കോട്ടിയൂർ മഹാദേവ ക്ഷേത്ര ലിഖിതത്തിലെ സംഗീത ഭാഗം. ഇനി ആ ലിഖിതങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം മല്ലാരി എന്നാൽ എന്താണ്, നവസന്ധി കൗത്തുവം എന്നാൽ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മല്ലാരി എന്നാൽ ശ്രീകൃഷ്ണൻ, എല്ലാവർക്കും അറിയാതെ. പക്ഷേ മല്ലാരി ശിവൻ എന്ന ഒരു ആരാധനാമൂർത്തിയുമുണ്ട്. ശിവനുമാണ് വിഷ്ണുവുമാണ് മല്ലാരി. ശിവമായതെല്ലാം ഭൂമിയുടെ നിർവൃതിയായ കൃഷ്ണവുമാണ് എന്ന അദ്വൈതം. അതുകൂടാതെ മല്ലാരി എന്ന പേരിൽ ഒരു ഋതുരാഗമുണ്ട്, ഒരു വർഷകാല രാഗം. ശ്യാമകൃഷ്ണമേഘങ്ങൾ അണിനിരന്ന് ഭൂമിയിൽ ജീവനമഴ പെയ്യുന്ന ഒരു രാഗം. മല്ലാരിപ്രിയ എന്ന് പറയുമ്പോൾ ആ രാഗത്തിന്റെ രാഗിണിയുമാണ് അല്ലേ. ക്ഷേത്ര സമ്പ്രദായത്തിൽ നിത്യനൈമിത്തികങ്ങളായ അനുഷ്ഠാനങ്ങളുണ്ട്. വാർഷികോത്സവങ്ങളിൽ അഭിഷേകാദികൾക്ക് ശേഷം ഉത്സവമൂർത്തിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച് തെരുവീഥികളിൽ വലം വരുന്ന പ്രദക്ഷിണ ചടങ്ങുണ്ട്. ഇതിലിടയ്ക്കിടയ്ക്ക് ശിവേലി എന്ന് പറയും ഇതിന്. ശിവേലി എന്ന് പറഞ്ഞാൽ ശ്രീഭൂത ബലിയാണ്, ഭൂതങ്ങൾക്കുള്ള ബലിയാണിത്. ഇതിൽ ഓരോരോ ഘട്ടത്തിലും ഓരോരോ പ്രത്യേകതരം മല്ലാരി ഈശ്വരമൂർത്തിയുടെ ചലനമനുസരിച്ച് വായിക്കണം. ഇതിന് പെരിയ മേളം എന്ന നാദസ്വരം, തുറന്ന പ്രണാളമുള്ള വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ് നാഗസ്വരം. ഈ പ്രത്യേക മല്ലാരികൾ വിസ്തരിക്കുമ്പോൾ അതിന്റെ രാഗം കേട്ടിട്ട് തന്നെ ഗ്രാമീണർക്ക് ഇപ്പൊ പൂജാരി ഏത് പൂജാക്രമമാണ് ചെയ്യുന്നത് എന്ന് ഗ്രഹിക്കാൻ സാധിച്ചിരുന്നു. അപ്പൊ അതൊരു തരം മാസ്
മാസസിനുള്ള ഒരു തരം എഡ്യൂക്കേറ്റീവ് ഇതാണ് ആ സംഗീതത്തിൽ കൂടെ. ബ്രഹ്മോത്സവം, ഇന്ദ്രോത്സവം മുതലായി 10 ദിനമോ അതിലധികമോ നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾ വലിയ ക്ഷേത്രങ്ങളിൽ ഉണ്ട്. ചിലപ്പതികാരത്ത് ഇളങ്കോവടികൾ ഇത് വിശദമായി വർണ്ണിച്ചിട്ടുമുണ്ട്. ഭാഗവതകാലത്തും ഇന്ദ്രോത്സവമുണ്ട്. ഇന്ദ്രോത്സവത്തിനെ ബ്രഹ്മോത്സവം, ഗോവർദ്ധന പൂജയൊക്കെ ആക്കിയിട്ടുള്ള ആ സംഭവം അവിടെ വ്യാസൻ വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ പണ്ടുള്ള കാര്യങ്ങളാണ്. ഈ വിശേഷ ദിവസങ്ങളിലെ ഉത്സവമൂർത്തി അതാത് സ്ഥാനങ്ങളിൽ എഴുന്നള്ളി നിൽക്കുമ്പോൾ നാഗസ്വരം എന്നാണ് ശരിക്കും. നാദസ്വരം രണ്ടും പറയാറുണ്ട്. പക്ഷെ നാഗസ്വരാണ്, അറ്റത്ത് നാഗത്തിന്റെ ചിത്രമുള്ള ഒരു ഉപകരണം കൂടിയാണിത്. നാഗസ്വരത്തിലെ വിദ്വാൻമാരും വായ്പാട്ടിലെ ഓതുവർ എന്ന് പറയുന്ന കവികളും സംഗീതാർച്ചന ചെയ്യാറുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള മല്ലാരികളാണ് ഓരോ നിൽപ്പിലും ചെയ്യുക. ഇതിന്റെ കൂടെ ദേവദാസികളുടേതായ ഒരു നൃത്തവുമുണ്ട്. അവിടെയാണ് നവസന്ധി കവിത്വം വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം മല്ലാരിയെ പറ്റി പറഞ്ഞിട്ട് നവസന്ധി കവിത്വത്തെ പറ്റി പറയാം. അലങ്കാര പൂജ, ദീപാരാധന സമയത്ത് തേവാരപ്പാട്ടുകള്, ഉത്സവമൂർത്തി പ്രധാന കവാടത്തിലെത്തുമ്പോൾ മല്ലാരി, മൂർത്തിയെ തേരിലേറ്റുമ്പോ പല്ലക്കില് അല്ലെങ്കിൽ തേരിലൊക്കെ ഏറ്റുമ്പോ പൂജാരി മൂർത്തിയും കൂടി ഒരു മല്ലയുദ്ധം ചെയ്യണ പോയിട്ട് സങ്കല്പമുണ്ടെന്നാണ് പറയുന്നത്. മൂർത്തി അതിൽ കയറാൻ സമ്മതിക്കാത്തപ്പോ പിടിച്ചു കയറ്റുന്ന മാതിരിയുള്ള ഒരു മല്ലയുദ്ധം പോലെ സങ്കല്പിച്ചിട്ടാണ് മല്ലാരി എന്ന് പറയുന്നത് എന്നും അതൊരു ശരിയായ ഡിസ്ക്രിപ്ഷനായിട്ട് തോന്നുന്നില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഒരു വേർഷൻ ഉണ്ട്. ഉത്സവമൂർത്തിയുടെ ഊർവലം ആരംഭിച്ചു എന്നതിന്റെ ലക്ഷണമാണ് അലാരിപ്പ് എന്ന നൃത്യഗാനരൂപം. അലാരിപ്പ് തുടങ്ങിച്ച ഊർവലം തുടങ്ങി എന്ന് ആളുകൾക്ക് അറിയാം, മാസസിനറിയാതെ. മല്ലാരിക്ക് ശേഷം അതാത് വാഹനത്തിന്റെ സ്വഭാവം അനുസരിച്ചുള്ള പ്രത്യേക രാഗാലാപനകൾ വേണം. ഉദാഹരണമായിട്ട് കാംബോജി രാഗം, അത് ഋഷഭവാഹനത്തിലേറുന്നതിനുള്ളതാണ് കാംബോജി രാഗം. കൽപ്പനാസ്വരം, രക്തി, സ്വരപ്രസ്ഥാരം, പല്ലവി എന്നിവ തുടരുന്നു. പക്ഷെ പൂർണ്ണകൃതി പാടില്ല, പല്ലവി മാത്രമേ പാടുള്ളൂ. ബാക്കിയുള്ളത് പാടില്ല. 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ ചിലപ്പോൾ അത് ഉണ്ടാവുള്ളൂ ഓരോരോ സ്ഥലത്ത് നിർത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ. പ്രദക്ഷിണ ശേഷം മൂർത്തി മടങ്ങി വരുമ്പോൾ തേവാരങ്ങളും പദങ്ങളും ഒക്കെ മുഴുവനായിട്ട് തന്നെ പാടും. അതിൻ്റെ ഒപ്പം നൃത്തവും വയ്ക്കും. ആദ്യകാലത്ത് മല്ലാരി എന്ന് മാത്രം പറഞ്ഞിരുന്ന ഈ സമ്പ്രദായം പിന്നീട് ശിവമല്ലാരി, വിഷ്ണുമല്ലാരി എന്ന് 2ആയിട്ട് നാമകരണം ചെയ്യപ്പെട്ടു. ശിവമല്ലാരി തന്നെ പിൽക്കാലത്ത് ചിദംബരം തില്ലൈ സമ്പ്രദായം, തിരുവാരൂർ ത്യാഗരാജ സമ്പ്രദായം എന്നൊക്കെ 2 ഉൾപ്പിരിവുകൾ വന്നു. അപ്പൊ 1, 2, 4 ഒക്കെ ആക്കി പിൽക്കാലത്ത്. പക്ഷെ തുടക്കത്തിൽ ഇതൊക്കെ ഒന്നായിരുന്നു, ഒറ്റ വാക്കുള്ളൂ, മല്ലാരി എന്ന് മാത്രം. നിത്യപൂജയ്ക്കുള്ള മല്ലാരി സമ്പ്രദായത്തെ തിരുവാരൂരിൽ ഇന്നത്തെ രീതിയിലാക്കിയത് മുത്തുസ്വാമി ദീക്ഷിതരുടെ പിതാവായ രാമസ്വാമി ദീക്ഷിതരാണ്. ഇനി വിവിധ മല്ലാരികൾ. ഒന്നാമത്തായിട്ട് മുതൽ മല്ലാരി. മുതൽ എന്ന് പറഞ്ഞാൽ തന്നെ തുടക്കമാണല്ലോ. മുതൽ മല്ലാരി ആദ്യത്തെയാണ്. നാഗസ്വരത്തിലാണ് ഇത് വായിക്കുക, പെരിയ മേളത്തില്. കൂടെ കൈത്താളം വേണം. അത് ജാലറ, ഈ സിമ്പൽ എന്ന് പറയുന്ന സാധനം, മഞ്ചീരം, ഇതിലേതെങ്കിലും ഒന്ന് കയ്യിൽ പിടിച്ചതിന് താളം തട്ടിയിട്ടാണ് നൃത്തം വെക്കുക. ആദ്യം എപ്പോഴും ആദിതാളാണ് തുടങ്ങുക, പിന്നെ തിശ്രവും രൂപകമൊക്കെ ആക്കിയിട്ട് മാറ്റും. പിന്നെ പുറപ്പാട് മല്ലാരി. ഈ പുറപ്പാട് മല്ലാരി ഉത്സവമൂർത്തി പുറപ്പെടുമ്പോൾ പാടുന്നതാണ്. അത് തന്നെയാണ് പെരിയ മല്ലാരി. ആക്ച്വലി ആദ്യതാളത്തിൽ ആണത് പാടുക. അത് ഋഷഭവാഹനത്തിലാണ് സാധാരണ ഉപയോഗിക്കുക. അതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പ്രധാനമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് വിഷ്ണു ക്ഷേത്രങ്ങളിലും ഉണ്ട്. മറ്റെല്ലാ മല്ലാരികളെയും ഒന്നിച്ച്, ഈ പെരിയ മല്ലാരി എന്ന് പറയുന്നത് പുറപ്പാട് മല്ലാരി ഉത്സവമൂർത്തി പുറപ്പെടുമ്പോഴുള്ളതാണ്. അതിനുശേഷം വരുന്ന എല്ലാ മല്ലാരികളെയും കൂടി ഒന്നിച്ചിട്ട് ചിന്നമല്ലാരി എന്നാണ് പറയുക. ആ ചിന്നമല്ലാരികളിൽ തേർമല്ലാരി, തീർത്ഥമല്ലാരി, ത്രിപുടമല്ലാരി, തളികൈ മല്ലാരി, കുംഭമല്ലാരി, പള്ളിയറ മല്ലാരി, അങ്ങനെയൊക്കെ പല പേരുകളുണ്ട്. ഇതൊക്കെ ഓരോന്നിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. തേർമല്ലാരി രഥത്തിൽ പുറപ്പെടുന്നതാണ്, അത് ചിന്നമല്ലാരിയാണ്. രഥോത്സവത്തിൽ ഇതില്ലാണ്ട് പറ്റില്ല. ഏത് അമ്പലത്തിലും രഥോത്സവത്തിൽ അത് തേരിൽ കയറിയിട്ട് ഉത്സവമൂർത്തി വരുമ്പോഴൊക്കെ ചിന്നമല്ലാരി, തേർമല്ലാരി ഉണ്ടാവും. ചതുരശ്ര ത്രിപുട താളം ഖണ്ഡഗതിയാണ്. 5 അക്ഷരകാലമുള്ള ആവർത്തന ചക്രം. തിരുവൻകാട്ടിലെ ശ്വേതാരണ്യൻ എന്ന ഉത്സവമൂർത്തി രഥത്തിൽ ഊർവലം പുറപ്പെടുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത്. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും മല്ലാരി ഗംഭീര നാട്ടരാഗത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ മാത്രം മോഹനരാഗമാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. മോഹനത്തിന് ശേഷം അഘോര വീരഭദ്രസ്വാമി ഊർവലം പുറപ്പെടുമ്പോഴാണ് ഗംഭീരനാട്ടയിൽ പാടുന്നത്. ഗംഭീരനാട്ട വീരമാണ്, മോഹനം ലാസ്യവുമാണ്. അപ്പോ അതിന്റെ ഒരു പ്രത്യേകത ശ്വേതാരണ്യന് ലാസ്യവും അഘോര വീരഭദ്രസ്വാമിക്ക് വീരവും ഉള്ള രാഗം കൊടുക്കുക എന്നുള്ളതാണത്. തീർത്ഥമല്ലാരി
തിരുമഞ്ജന അഭിഷേകത്തിന് യാഗശാലയിൽ നിന്ന് തീർത്ഥം കൊണ്ടുവരുമ്പോൾ പാടണതാണ്. മിശ്രചാപ്പ് അല്ലെങ്കിൽ ത്രിപുട. അതുകൊണ്ട് അതിന് ത്രിപുടമല്ലാരി എന്നുകൂടി തീർത്ഥമല്ലാരിക്ക് പേരുണ്ട്. തക്കിട്ട തക്കധിമി 3+4 7 എന്ന 7 അക്ഷരകാലമാണ്. അതല്ലെങ്കിൽ തക്കധിമി തക്കിട്ട, അപ്പോഴും 4+3 7 അക്ഷരകാലമാണ്. അതാണ് തീർത്ഥമല്ലാരിയുടെ താളം. ഈ ചിദംബരത്ത് ത്രിപുട താളമല്ലാരിക്ക് ശേഷം കൽപ്പനാസ്വരം ഭഗവാൻ തേർത്തട്ടിലെത്തുന്നവരെ തുടരും. അതിന്റെ ശേഷം പാടുന്നത് ഹുസൈനി രാഗമാണ് ചിദംബരത്ത്. തളികை മല്ലാരി, തളികയിൽ ഭഗവാന് നിവേദ്യം കൊണ്ടുവരുമ്പോൾ വായിക്കുന്ന മല്ലാരിയാണ്. കുംഭമല്ലാരി ഭഗവാന് പൂർണ്ണ കുംഭം സമർപ്പിക്കുന്ന സമയത്ത്, കലശ സമർപ്പണ സമയത്ത് വായിക്കുന്നതാണ്. പള്ളിയറ മല്ലാരി വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനമാണ്. പക്ഷെ ഇപ്പൊ മൈലാപ്പൂരിലെ കപാലീശ്വര ക്ഷേത്രത്തിലൊക്കെ പള്ളിയറ ഉണ്ടല്ലോ. അവിടെയൊക്കെ അവസാനം ലാസ്റ്റ് പള്ളിയറയിലേക്ക് ദേവനെയും ദേവിയും ആനയിക്കുന്ന ചടങ്ങുണ്ട്. അപ്പൊ അതൊന്നും പ്രത്യേകം വൈഷ്ണവം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ വൈഷ്ണവ ക്ഷേത്രത്തില് പള്ളിയറമല്ലായിരിക്കും ഒരു പ്രത്യേകത എന്താ വെച്ചാൽ താരാട്ട് രൂപത്തിലാണെന്നുള്ളതാണ്. ഊർവല പ്രദക്ഷിണം കഴിഞ്ഞ് ഭഗവാൻ ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ ഭഗവാനെ ഒരു ഊഞ്ഞാലിലോ അല്ലെങ്കിൽ തൊട്ടിലോ ആട്ടുകെട്ടിലോ എന്തിലെങ്കിലും ഒന്ന് വെച്ചിട്ട് ഊഞ്ഞാൽപ്പാട്ട് പാടുന്ന ലാലി അഥവാ ഉയ്യാല എന്നാണ് ഇതിന്റെ പേര്. ഉയ്യാല എന്നുള്ള ഉയ്യാല കേട്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. അതാണ് ഈ പള്ളിയറ മല്ലാരി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ പെരിയമല്ലാരുടെ ആദ്യ ഭാഗം ഒന്നുകൂടി ആവർത്തിക്കും. കുട്ടിയുടെ രൂപത്തിൽ ഉയ്യാല പാടിക്കഴിഞ്ഞാൽ ഉടനെ പെരിയമല്ലാരി വലിയ ആളന്നെയാണിത് എന്നുള്ളത് ഒന്ന് ആവർത്തിക്കും. ഇത് ചിദംബരത്തെ പല്ലക്കുത്സവത്തിൽ നടവനപ്പന്തൽ സങ്കീർണ ഗതിയിൽ പാടാറുണ്ട്. ചിദംബരം ഗോവിന്ദരാജ സന്നിധിയിൽ മല്ലാരിയും രാഗവും സ്വരവും നവരാത്രി ഉത്സവക്കാലത്ത് വളരെ പ്രധാനമാണ്. മല്ലാരിയുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ അത് ലയപ്രധാനമാണ്. രാഗം നേരത്തെ പറഞ്ഞ മാതിരി പ്രധാനമായ വീരരസമുള്ള ഗംഭീര നാട്ട അല്ലെങ്കിൽ നാട്ടയിലാണ് അത് തുടങ്ങുന്നത്. പിന്നെ നാഗസ്വരാണ് പ്രധാന സംഗീതോപകരണം. സാഹിത്യത്തിനേക്കാൾ പ്രധാനം ചൊൽക്കെട്ടിന് കൊടുക്കുന്നുണ്ട്. ചൊൽക്കെട്ട്, സ്വരം, താളബദ്ധമായ നൃത്തം ഇവയ്ക്കാണ് പ്രാമുഖ്യം. തവിലില് ജതികൾ കൊട്ടാറുണ്ട്. അപ്പൊ തവിലും നാഗസ്വരമാണ് പ്രധാനമായിട്ട് ഈ മല്ലാരിക്ക് ഉപയോഗിക്കുക. 4 മുതൽ 8 ആവർത്തി വരെയുള്ള താളചക്രത്തിലാണ് മല്ലാരിയുടെ ചൊൽക്കെട്ടുകൾ. മൃദംഗസ്വരത്തോട് സാമ്യമുള്ള മൃദംഗ ചൊൽക്കെട്ടുകളായിട്ടാണ് പാടുന്നത്. അതായത് ശിവതാണ്ഡവ വേളയിൽ ശിവന്റെ ചെലങ്ക പൊട്ടി വീണിട്ട് തദ്ധിത്തോം നോം എന്ന ഒരു സ്വരജതി ഉണ്ടാക്കിയതാണ് മൃദംഗധ്വനിയായി പരിണമിച്ചത് എന്നാണ് അതിന്റെ കഥ. 2 കൈവീശൽ അല്ലെങ്കിൽ കൈത്തട്ടൽ കൊണ്ട് ധീം ധീം താം താം എന്ന ചൊൽക്കെട്ട് ഉണ്ടാക്കാം. ഇതാണ് മല്ലാരിയുടെ ആധാരമായ ചൊൽക്കെട്ട്. വിലംബിതം, മധ്യമം, ദ്രുതം എന്ന് ത്രികാലത്തില് മല്ലാരി പ്രയോഗിക്കുന്നു. അതേ മല്ലാരി തന്നെ പിന്നീട് തൃശ്രഗതിയിലും തുടർന്നു വരുന്ന കൽപ്പനാസ്വരങ്ങളോടുകൂടിയും പ്രയോഗിക്കുന്നു. സങ്കീർണമായ താളശൈലികൾ മല്ലാരി പ്രയോഗിക്കുന്നവരുടെ മികവും കഴിവും എടുത്തുകാട്ടുന്നവയാണ്. ചിലപ്പോൾ അര അല്ലെങ്കിൽ കാൽ ഭാഗം മുമ്പോ പിമ്പോ, അതായത് താളം തുടങ്ങുന്നതിന്റെ അരയോ കാലോ മുമ്പോ പിമ്പോ ആയിട്ട് വിഷമത്തിലും പ്രയോഗം ചെയ്യാറുണ്ട്. മല്ലാരിയിലെ തനി ആവർത്തനമില്ല. പല്ലവിക്ക് ശേഷം തവിൽ വിദ്വാൻ പ്രത്യേക ജതികൾ തവിലിൽ സോളോ ആയിട്ട് പ്രയോഗിക്കാറുണ്ട്. ഇതിന് തനിയാവർത്തനം എന്നല്ല പറയാറ്. അതിന്റെ ഒരു പേര് പറഞ്ഞിരിക്കുന്നത് കുന്തകുന്തകു അല്ലെങ്കിൽ ദ്രുതകുന്തകു എന്നാണ് ഇതിന് പേര്. അങ്ങനെയാണ് അതിനൊരു പേരിട്ടിരിക്കുന്നത്. ഇപ്പൊ ആദിതാളത്തിൽ തിസ്രഗതിയിൽ ഗംഭീരനാട്ടയിൽ ശ്രീ ബി സീതാരാമശർമ്മ ചിട്ടപ്പെടുത്തിയ ഒരു മല്ലാരി അത് വിളംബകാലത്തിലും മധ്യമകാലത്തിലും ദ്രുതകാലത്തിലും ഒക്കെ ഇങ്ങനെ കൊടുത്തു കാണാറുണ്ട്. നിത്യനിദാനത്തിലും ഉത്സവകാലത്തും ഉത്സവമൂർത്തിയുടെ ഊർവലത്തില് പുഷ്പാഞ്ജലി അല്ലെങ്കിൽ പൂ കാട്ടുക എന്നൊരു സമ്പ്രദായമുണ്ട്. പുഷ്പാഞ്ജലി എന്നുള്ളതിന് പഴയ പൂകാട്ടുക എന്നാണ്. അതാണ് ഈ പൂക്കാട്ടിയൂർ എന്ന പേര് തന്നെ. പുഷ്പാഞ്ജലിയുടെ ഊരാണ്. ചോളഭരണകാലത്ത് വരെയും ഈ പൂക്കാട്ടുക എന്ന പുഷ്പാഞ്ജലി നിലവിലുണ്ട്. ദേവദാസികൾ ക്ഷേത്രത്തിൽ പ്രധാന മൂർത്തിയെ അഭിമുഖീകരിച്ച വിധം നിന്നുകൊണ്ട് കയ്യിൽ പൂത്താലത്തിൽ പുഷ്പമേന്തി പ്രദക്ഷിണമായി നൃത്തം ചെയ്ത് പുഷ്പാർച്ചന ചെയ്യും. ആഗമരാഗത്തിലും പഞ്ചമരവിലും ഈ സമ്പ്രദായം പറഞ്ഞിട്ടുണ്ട്. പുഷ്പാഞ്ജലി അഥവാ പൂകാട്ടൽ എന്ന പുഷ്പാർച്ചന കുംഭാരതി, അതായത് കുംഭഹാരതി എന്നാണ് ആന്ധ്രയിൽ പറയാ. കുംഭാരതിയോട് കൂടിയോ കുംഭാരതി ഇല്ലാതെയോ തേവടികൾ അഥവാ ദേവടികൾ, തേവന്തിയടികൾ എന്ന് പറയുന്ന ദേവദാസികളാണ് ചെയ്യുക. പത്രം പുഷ്പം ഫലം തോയം എന്ന ഗീതാകാരന്റെ വാക്കിലും ഈ പുഷ്പാർപ്പണം ഭഗവാന് വളരെ പ്രിയമാണ് എന്നുള്ള സൂചന കാണുന്നുണ്ട്.
ദേവടിയാർകൾ അല്ലെങ്കിൽ ദേവാംഗനകൾ, അപ്സരസുകൾ നിത്യസുമംഗലികളാണ്. അവരുടെ കർമ്മങ്ങൾ നിത്യമംഗള കർമ്മങ്ങളാണ്. മേൽപ്പറഞ്ഞ ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായാണ് കവിത്വം അല്ലെങ്കിൽ കവിത്വം, സംഗീതം എന്നിവ ക്ഷേത്രങ്ങളിലൂടെ ഇന്ത്യയിൽ വളരെ മഹത്വമാർജിച്ച് വളർന്നു വന്നത്. ഇത് പറയുമ്പോൾ ദേവദാസികൾ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട സ്ത്രീകളല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചേക്കാം. പക്ഷെ ഈ ദേവദാസികൾ മോശപ്പെട്ട സ്ത്രീകളായത് എപ്പോഴാണ് എന്ന് ആലോചിക്കണം. അവർ മോശപ്പെട്ട സ്ത്രീകളാകുന്നത് ഒന്ന്, അവർക്ക് ആർത്തി വർദ്ധിക്കുമ്പോൾ. അപ്പൊ പിന്നെ അവർക്ക് ദേവദാസി അല്ലാണ്ടാവും, മനുഷ്യദാസികളായി, പിന്നെ അവർ ദേവദാസിയല്ല. രണ്ട്, അവർക്ക് ക്ഷേത്രങ്ങൾ ക്ഷയിച്ച് ക്ഷേത്രങ്ങളുടെ മഹത്വത്തിന് കുറവ് വന്ന് അവർക്ക് ഉപജീവനമാർഗമില്ലാതെ ആവുമ്പോഴാണ് അവർ മോശമായി പോകുന്നത്. അപ്പോൾ കാലഘട്ടത്തിലെ ഒന്ന് അവനവന്റെ ആർത്തി കൊണ്ട് തന്നെ വരുന്നതാണ്. അത് ചിലപ്പതികാര കാലത്ത് മാധവിയുടെ അമ്മ ദേവദാസി അല്ല, ശരിക്കും മനുഷ്യദാസിയാണ്, രാജാക്കന്മാരുടെ ദാസിയാണ്. പക്ഷെ മാധവി ദേവദാസി മാത്രമാണ്, അവൾ മനുഷ്യന്റെ ദാസിയായിട്ടില്ല. മണിമേഖല മനുഷ്യന്റെ ദാസിയായിട്ടില്ല, ശരിക്കും ദേവദാസി തന്നെയാണ്. ആ അർത്ഥങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി കൂടി ആ ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കണം. രാജരാജ ചോഴന്റെ സിസ്റ്റർ എന്തുകൊണ്ടാണ് ദേവടിയാളായിട്ട് ദേവദാസിയായിട്ട് നിൽക്കാൻ കാരണം? അത് പണത്തിനും മോഹിച്ചിട്ടല്ല, അത് വേശ്യാവൃത്തിക്ക് വേണ്ടിയിട്ടുമല്ല, യഥാർത്ഥത്തിലുള്ള ഭക്തി കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു അഭിമാനപൂർവ്വം ഞാൻ ഈശ്വരനിൽ സമർപ്പിച്ചപ്പെട്ടവളാണ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നിന്ന് ഇങ്ങനെ മാറിയതിനുള്ള സാമൂഹ്യ കാരണങ്ങൾ ആലോചിക്കാതെ ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന മുഴുവൻ ക്ഷേത്രാചാരങ്ങളിലുണ്ടായിരുന്ന മുഴുവൻ സ്ത്രീകളും മോശപ്പെട്ടവരാണ് എന്ന് പറയുന്നത് മഹാ അക്രമാണ് എന്ന് വരെ നമുക്ക് മനസ്സിലാക്കേണ്ടിയുണ്ട്.